വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പ് താൽക്കാലികമായി നിർത്തി. ക്യാമ്പ് തുടരുമോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട്. ഇന്നലെ രാത്രിയിലാണ് 50-ലധികം കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയേറ്റ NCC ക്യാമ്പ് പ്രവർത്തിക്കുന്ന തൃക്കാക്കരയിലെ KMM കോളേജിലാണ്. ഇവിടെ ഏകദേശം 600ഓളം വിദ്യാർത്ഥികളാണ് ഈ NCC ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 80-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യവിഷബാധയേറ്റത്. അതിൽ മിക്കവരും നിലവിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 10-ലധികം വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആർക്കുമില്ല. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ നിലവിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ താൽക്കാലികമായിട്ട് ഇന്നലെ തന്നെ ഇവിടുത്തെ ക്യാമ്പ് നിർത്തിവെച്ചിരുന്നു. പക്ഷേ അത് തുടരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ ചില രക്ഷകർത്താക്കൾ മക്കളെ കാണാൻ വന്ന സമയത്ത് നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ ക്യാമ്പ് തുടരുമോ എന്ന കാര്യത്തിൽ ഉച്ചയോടെ തീരുമാനം അറിയിക്കാമെന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരികെ പോകുന്നു എന്നാണ് പല രക്ഷിതാക്കളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന പല വിദ്യാർത്ഥികളും വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. 200 വിദ്യാർത്ഥിനികൾ ഇവിടെ ഉണ്ടായിരുന്നു. 591-ലധികം വിദ്യാർത്ഥികളാണ് മൊത്തത്തിൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. 9ാം ക്ലാസ് മുതൽ അതോടൊപ്പം തന്നെ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഭക്ഷ്യവിഷബാധ അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായത്. ഛർദിലും വയറിളക്കവുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഭക്ഷണത്തിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്ന കാര്യത്തിൽ പരിശോധന തുടരുകയാണ്. പരിശോധനാ വിഭാഗം, ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇന്നലെ തന്നെ ഇവിടെ എത്തി സാമ്പിളുകൾ, അതായത് പാചകശാലയിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. ഭക്ഷ്യവിഷബാധ ഏറ്റതാണ് എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മറ്റു നടപടികളിലേക്കും കടക്കേണ്ടതുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ട് ഇവിടുത്തെ NCC ക്യാമ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയോടുകൂടി അത് തുടരണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും സാരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് ക്ഷീണം കുറച്ചുണ്ട്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ചിലരൊക്കെ തന്നെ ഈ ക്യാമ്പിൽ തുടരുന്ന കാഴ്ച നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഈ ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുന്നത്. എന്തായാലും ക്യാമ്പ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അത് തുടരണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് ഉണ്ടാകുമെന്നാണ് രക്ഷകർത്താക്കളടക്കം പുറത്തേക്ക് ഇറങ്ങിയ വേളയിൽ നമ്മളോട് പറഞ്ഞത്. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനകൾ തുടരുന്നുണ്ട്. സാമ്പിളുകൾ ശേഖരിച്ചൊരു സാഹചര്യത്തിൽ അതിന്റെ പരിശോധനാ ഫലം കിട്ടുന്ന മുറയ്ക്കായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും രക്ഷിതാക്കൾ ഇന്ന് വന്ന സമയത്ത് ചിലർ പറഞ്ഞത് ഈ മോരും വെള്ളം കൊടുത്തിരുന്നു, ആ സമയത്തുണ്ടായ പ്രശ്നങ്ങളാകാം കാരണമെന്നാണ്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. ദേവിക. ഓക്കെ.